സംസ്ഥാനത്ത് കാത്തിരുന്ന ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക വിതരണം ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഓണക്കാലത്ത് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇപ്പോൾ ക്രിസ്തുമസിന് അനുവദിച്ചിരിക്കുന്നത്. 1600 രൂപ മാത്രമാണ്, അതായത് ഒരു ഗഡു മാത്രമാണ് 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ നമുക്ക് ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ ഇനിയും 4 മാസത്തെ പെൻഷൻ നമുക്ക് കുടിശ്ശികയുണ്ട്. ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ജൂലൈയിൽ ലഭിച്ചിരുന്നു, ഓഗസ്റ്റ് മാസത്തെയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ തുടങ്ങിയ 4 മാസങ്ങളിലെ ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ശേഷിക്കുകയാണ്. വലിയ ഭീമമായിട്ടൊരു തുക തന്നെ ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട അല്ലെങ്കിൽ സർക്കാർ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിൽ തന്നെ ക്രിസ്തുമസ് ഒക്കെ പ്രമാണിച്ച് 2-3 മാസങ്ങളിലെ ഒരുമിച്ച് ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ പ്രതീക്ഷയ്ക്ക് വലിയൊരു മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് 1 മാസത്തെ പെൻഷൻ മാത്രമാണ് നൽകുന്നതെന്ന് സർക്കാർ അറിയിച്ചത്. അതിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ച ഔദ്യോഗിക ഉത്തരവുകളും സർക്കാർ പ്രസിദ്ധീകരിച്ചു. ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന 5,10,000-ന് മുകളിൽ വരുന്ന ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന 45 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കും, അങ്ങനെ വരുമ്പോൾ ഏകദേശം 51 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തെ പെൻഷന് അർഹതയുള്ളതായിട്ട് മാറിയിട്ടുള്ളത്. കൃത്യമായിട്ട് ഇതിൻ്റെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അറിയിപ്പിൽ പറയുന്നതനുസരിച്ച് 20-ാം തീയതിയോടെ പെൻഷൻ വിതരണത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുമസിന് മുൻപ് തന്നെ പരമാവധി ആളുകൾക്ക് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് ഈ ശനിയാഴ്ച വരെ 23-ാം തീയതി വരെയൊക്കെ പരമാവധി പെൻഷൻ ഏത് വിധേനയും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കും. ഇനി 25-ാം തീയതി ക്രിസ്തുമസിന്റെ അന്ന് തിങ്കളാഴ്ചയാണ്. പിന്നീട് 26-ാം തീയതി മുതൽ പെൻഷൻ വിതരണം വീണ്ടും സജീവമാവുകയും ചെയ്യും. അതായത് ഡിസംബർ മാസം 30-ാം തീയതി വരെയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിൽ പെൻഷൻ തുക ലഭിച്ചില്ല എങ്കിൽ പോലും നമ്മൾ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. ക്രിസ്തുമസിന് ശേഷം 26, 27, 28, 29, 30 ഈ തീയതികളിലെല്ലാം തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 30-ാം തീയതിയോടെ പെൻഷൻ വിതരണം നിർത്തണമെന്നും ബാക്കി ശേഷിക്കുന്ന തുക അത് സർക്കാരിലേക്ക് തന്നെ സർക്കാർ പറയുന്ന നിശ്ചിത ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ നിക്ഷേപിക്കണമെന്നുള്ള പ്രധാന അറിയിപ്പും ഈ സമയത്ത് നൽകിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വഴി, അതായത് ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഈ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ കുറവ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള തുക കൂടി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1200 അല്ലെങ്കിൽ 1100 ഈ തുകയൊക്കെ ലഭിക്കുന്ന വ്യക്തികൾ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. 1300 ലഭിക്കുന്നവരുമുണ്ട്, അവരൊന്നും നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. ബാക്കി അവർക്ക് ശേഷിക്കുന്ന 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള ആനുകൂല്യം വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ടും ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ആ തുക കൂടി ആദ്യ ഗഡു ലഭിച്ച ശേഷം തൊട്ട് പിന്നാലെ തന്നെ ബാക്കി കേന്ദ്ര സർക്കാരിൻ്റെ തുക, ആ വിഹിതം കൂടി നമ്മളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും. കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് തുക കൈമാറുന്നത്. അതും വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 1 മാസത്തെ പെൻഷൻ മാത്രമാണ് എത്തിച്ചേരുന്നത്. 900 കോടി രൂപയാണ് ഇതിന് മൊത്തമായിട്ട് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 667 കോടിക്ക് മുകളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 45 ലക്ഷം പേർക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കണം. വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.